റെക്കോർഡാണ്. ദെൻ പ്രോഗ്രാമിന്റെ നെയിം, നമ്മളെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, ലെങ്ത് ഓഫ് ദി പ്രോഗ്രാം. നെക്സ്റ്റ് ടെസ്റ്റ് റെക്കോർഡായിരുന്നു. ടി വെച്ചിട്ടാണ് ഓരോ ടെസ്റ്റ് റെക്കോർഡും സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ടെസ്റ്റ് റെക്കോർഡിന്റെയും സ്റ്റാർട്ടിംഗ് അഡ്രസ്സും എത്ര ലെങ്തിൽ അതിൽ മെഷീൻ ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കണ്ടിന്യൂസ് ആയിട്ട് ഒബ്ജക്ട് കോഡും ഉണ്ടാവും. എൻഡ് റെക്കോർഡിൽ ഇ എന്ന് പറയുന്ന ഒരു ഫീൽഡും സ്റ്റാർട്ടിംഗ് അഡ്രസ്സും ആണ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളിലായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അഭിനന്ദ് MC, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഏതൊക്കെ റെക്കോർഡായിരുന്നു അഭിനന്ദ് ഉണ്ടായിരുന്നത്? ടെക്സ്റ്റ് റെക്കോർഡ്, ആ, എൻഡ് റെക്കോർഡ്, ആ, ഹെഡ് റെക്കോർഡ്. ഹെഡ് റെക്കോർഡ്. ഓക്കേടാ, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അസംബ്ലർ അൽഗോരിതം ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. നമ്മുടെ അസംബ്ലർ ഈ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് നമ്മൾ ഏതൊക്കെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതും അൽഗോരിതം എന്താണെന്നുള്ള കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം, നോർമലി ഏത് പ്രോഗ്രാം മെമ്മറിയിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഡാറ്റ സ്ട്രക്ചർ എന്തായാലും വേണം. നമ്മളിപ്പോൾ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യും. അതിലേക്കാണ് വാല്യൂ പുഷ് ചെയ്യുക, അതിൽ നിന്നാണ് വാല്യൂ നമ്മൾ ടേക്ക് ചെയ്യുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നമുക്കറിയാം. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ എങ്ങനെയാണോ നമ്മുടെ ഡാറ്റേനെ അല്ലെ വാല്യൂസിനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതാണ് ഒരു ഡാറ്റ സ്ട്രക്ചർ പറയുന്നത്. മെമ്മറിയിൽ എങ്ങനെയാണ് നമ്മുടെ ഇൻഫർമേഷൻ ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്നത്, ഏത് ഓർഡറിലാണ് ഉള്ളത്, ഇതാണ് ഒരു ഡാറ്റ സ്ട്രക്ചർ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അസംബ്ലർ ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഒന്ന് ഓപ്പറേഷൻ കോഡ് ടേബിൾ, ഓപ് ടാബ് എന്ന് നമ്മൾ പറയും. സെക്കൻഡ് വൺ സിമ്പിൾ ടേബിൾ, സിം ടാബ് എന്ന് നമ്മൾ പറയും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലൊക്കേഷൻ കൗണ്ടർ ആണ്. ഇതൊരു വേരിയബിൾ ആണ്, ഓരോ ടൈമിലും അത് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഈ പാസ് കൺവേർഷൻ, നമ്മുടെ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ഒക്കെ മാറ്റുമ്പം നമുക്ക് എന്തായാലും ഒരു ഡാറ്റ സ്ട്രക്ചർ വേണം, ഇന്റർമീഡിയറ്റ് ഇൻഫോർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്യാൻ. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഓപ് ടാബും സിം ടാബും. ദെൻ പിന്നെ ഉള്ളത് ഒരു കൗണ്ടർ വേരിയബിൾ ആണ്, ലൊക്കേഷൻ കൗണ്ടർ ആണ്. അതൊരു വേരിയബിൾ ആണ്, അത് ഓരോ തവണയും ഇൻക്രിമെന്റ് ചെയ്യും. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് ഞാൻ ഓഡിയബിൾ ആണോ? ണ്ടോ? ആദർശ് വി? ആ സാർ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇടക്കൊന്ന് കട്ടായി. ഇപ്പം കേൾക്കുന്നില്ലേ? ആ ഇപ്പൊ ഉണ്ട്. എവിടെയാ കട്ടായത്? ഓപ്പറേഷൻ കോഡ് ടേബിൾ, ടേബിൾസ് ഒക്കെ പറഞ്ഞത് കേട്ടായിരുന്നോ? അഞ്ജലി ആർക്കെ കേൾക്കായിരുന്നോ? നമ്മളെല്ലാം കേട്ടായിരുന്നോ? എത്ര മിനിറ്റ് പോയി? ലൊക്കേഷൻ കൗണ്ടർ പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഓഡിയബിൾ അല്ല, ഇപ്പൊ എന്നെ ലിസൺ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പം ഓപ്പറേഷൻ കോഡ് ടേബിള്, ഓപ് ടാബ്, ദെൻ സിമ്പിൾ ടേബിള്, ലൊക്കേഷൻ കൗണ്ടർ. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. നെക്സ്റ്റ് നമ്മൾ ഓപ്പറേഷൻ കോഡ് ടേബിൾ എന്താണെന്ന് പറയാം. ഓപ്പറേഷൻ കോഡ് ടേബിൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു. ഓപ്പറേഷൻ കോഡ് ടേബിളിലെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പ് കോഡും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജ് ഈക്വലന്റും ആയിരിക്കും. ഓപ് ടാബ് എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പൈലർ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ, അസംബ്ലർ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഓപ് ടാബ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ മെഷീൻ ഇൻസ്ട്രക്ഷൻ ന്യൂമോണിക്സ്, ആ മെഷീൻ ഇൻസ്ട്രക്ഷന്റെ കറസ്പോണ്ടിങ് മെഷീൻ ലാംഗ്വേജ് ഈക്വലന്റ് വാല്യൂസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പാസിൽ നമ്മൾ ഓരോ ഓപ്പ് കോഡിനെയും വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് യൂസ് ചെയ്യും. രണ്ടാമത്തെ പാസിൽ നമ്മുടെ ന്യൂമോണിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജ് കോഡ് നമ്മൾ എടുക്കും. നമ്മുടെ അൽഗോരിതം 2 പാസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പാസിൽ ഈ ഓപ്പറേഷൻ കോഡ് സോഴ്സ് പ്രോഗ്രാമിൽ ഉണ്ട് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കും. രണ്ടാമത്തെ കേസിൽ കറക്റ്റ് പാസ് നടക്കുമ്പം മെഷീൻ ലാംഗ്വേജ് ഈക്വലന്റ് ആയിട്ടുള്ള ആ ന്യൂമോണിക്സിന്റെ മെഷീൻ ലാംഗ്വേജ് ഈക്വലന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുക. ഇനി ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റൂല, ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്.
ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹാഷ് ടേബിളോ അല്ലെങ്കിൽ ഒരു അറേയൊക്കെ പോലെയാണ് ഈ ഒരു ഓപ് ടാബിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു പിക്ചർ ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഒരു ഓപ് ടാബിന് എക്സാമ്പിൾ ആണ്. അതിലുണ്ടാവുന്നത് എന്താ? ന്യൂമോണിക് ഇൻസ്ട്രക്ഷൻസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡ് വാല്യൂം. ഇങ്ങനെയായിരിക്കും ഒരു ഓപ് ടാബ് ഉണ്ടാവുക. കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ സർ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരാൾ റെസ്പോണ്ട് ചെയ്യാം. അഖിൽ ഒന്ന് പറഞ്ഞേ, ഓപ് ടാബ് എന്താണെന്ന്. ന്യൂമോണിക് മെഷീൻ കോഡും ആ. അതിന്റെ മെഷീൻ ലാംഗ്വേജ് ഈക്വലന്റ് ആയിരിക്കും അതില്. ഓക്കെ, അത് പ്രീ ഡിഫൈൻഡ് ആണ്. അസംബ്ലർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷനും ഓൾറെഡി അതിൽ അവൈലബിൾ ആണ്. അത് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് ആണെന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ ഒരു പ്രോഗ്രാമർ പോയിട്ട് അതിനെ എഡിറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യണ്ട. കാരണം നമ്മൾ SIC മെഷീനിൽ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പ് കോഡ് അവൈലബിൾ ആയിട്ടുള്ള ഓപ് ടാബ് നമ്മുടെ കയ്യിലുണ്ട്, ഓൾറെഡി ഉണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ദെൻ നമ്മുടെ കയ്യിലുള്ള രണ്ടാമത്തെ ഡാറ്റ സ്ട്രക്ചർ ആണ് സിം ടാബ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡാറ്റ സ്ട്രക്ചർ ആണ് സിം ടാബ്. അതിനെ നമ്മൾ സിമ്പിൾ ടേബിൾ എന്നാണ് പറയാ. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഫേസ് ചെയ്ത ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മീൻ ചെയ്യുന്നത് നമുക്ക് ഓരോ ലേബിൾസ് ഉണ്ട്, ലേബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഓരോ തവണ ലേബൽ വരുമ്പോഴും ആ ലേബലിനെയും അതിന് ഈക്വലന്റ് ആയിട്ടുള്ള അഡ്രസ്സിനെയും നമ്മൾ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ പ്ലേസ് ചെയ്യും. അതിനെയാണ് നമ്മൾ സിം ടാബ് എന്ന് പറയുന്നത്. ലേബലിന് അഡ്രസ്സ് വേണമെന്ന് നമുക്കറിയാം, നമുക്ക് മെല്ലെ മെല്ലെ ആ ഓരോ അഡ്രസ്സും കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഓരോ തവണ ഒരു ലേബൽ ഐഡന്റിഫൈ ചെയ്യുമ്പം ആ ലേബലിനെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സിനെയും നമുക്ക് മാറ്റി വെക്കണം. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സിം ടാബ് യൂസ് ചെയ്യുന്നു. ഇനി സിം ടാബിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അത് ഡൈനാമിക് ആണ്. കാരണം ഓരോ തവണ സിംബൽസ് വരുമ്പോഴും പ്രോഗ്രാമിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു? ആ സിംബൽസിനെ ആ ടേബിളിലേക്ക് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം അത് ഡൈനാമിക് ക്യാരക്ടർ ഉള്ള ഒരു സംഭവമാണ്. ഇനി ഇത് എവിടെയാ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് പാസിൽ സിം ടാബിലേക്ക് നമ്മൾ വാല്യൂസ് ഒക്കെ എടുത്തിടും. രണ്ടാമത്തെ പാസിൽ സിം ടാബിൽ നിന്നും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് നമ്മൾ എടുത്തിട്ടാണ് മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പാസിൽ നമുക്ക് അഡ്രസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത എല്ലാ സിംബൽസിനെയും നമ്മൾ സിം ടാബിൽ എടുത്തിടും. ദെൻ ഓരോ ഐട്രേഷൻ കഴിയുമ്പോൾ നമുക്ക് അഡ്രസ്സ് കിട്ടും. ഈ അഡ്രസ്സിനെയാണ് രണ്ടാമത്തെ പാസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാണ് സിം ടാബ് എന്ന് പറയുന്ന സംഭവം. അനഘ ഹരീഷൻ ഒന്ന് പറഞ്ഞാട്ടെ. ഹലോ മോളെ പറഞ്ഞോ. സിം ടാബ് എന്ന് പറയുമ്പം അതിനകത്ത് വോയിസ് കട്ടായി. ലേബിൾ നെയിം മോളെ വോയിസ് കട്ടാവുന്നുണ്ട്. അഞ്ജലി ആർക്കെന്ന് പറഞ്ഞേ. അഞ്ജലി. അത് ഫോർവേഡ് റെഫറൻസിങ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിലെന്താ ഉണ്ടാവുക? അത് ആദ്യം കിട്ടാത്ത വാല്യൂ സ്റ്റോർ ചെയ്യും. അഡ്രസ് കിട്ടാത്ത രണ്ട് പാസ്സായിട്ട് ഫസ്റ്റ് പാസിൽ അത് സ്റ്റോർ ചെയ്യും. സെക്കൻഡില് ഓക്കെ. അഞ്ജിത രമേശൻ. ഓക്കെ, അഞ്ജിത രമേശൻ ഒന്ന് പറഞ്ഞേ. ഹലോ സർ. സിം ടാബിൽ എന്താ ഉണ്ടാവുക? ഗുഡ് മോർണിംഗ്. സിം ടാബിൽ എന്താ ഉണ്ടാവുക? ഹലോ സർ. ഹലോ, കേൾക്കുന്നുണ്ട് മോളെ പറഞ്ഞു. അഡ്രസ് ഒക്കെ ഓക്കെ, ലേബൽ നെയിമും അതിന്റെ കറസ്പോണ്ടിങ് അഡ്രസ്സും സേവ് ചെയ്യാനാ സ്റ്റോർ ചെയ്യാനാണ്. പിന്നെ അത് ഡൈനാമിക് ടേബിൾ ആണ്. ലൈക്ക് ഇൻസേർട്ട്, ഡിലീറ്റ്, സെർച്ച് അങ്ങനത്തെ ഒക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റുന്നു. ഒരു ഹാഷ് ടേബിൾ പോലെയാണ് ഉണ്ടാവുക. ലൈക്ക് അതുകൊണ്ട് നമുക്ക് ഈസിലി ഇൻസേർട്ട്, ഡിലീറ്റ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ പാസ്വേഡില് ലേബിൾസ് എൻറ്റർ ചെയ്തത് ഇതിലേക്കാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പാസ് ടൂല് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് നമ്മൾ എടുത്തിട്ടാണ് മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യുക.
ആ ഓക്കെ. ബേബി ശ്രീഷ്മ ഈ പറഞ്ഞത് മനസ്സിലായോ നമ്മളെ? താങ്ക് യു. ബേബി ശ്രീഷ്മ. യെസ് സർ, മനസ്സിലായി. ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. സിം ടാബ് നമ്മൾ പറഞ്ഞു. സിം ടാബ് കാണിക്കാൻ പറഞ്ഞു. ഇതാണ് സിം ടാബ് കേട്ടോ. ഈ ഡയഗ്രം നോക്കുക. അതിൽ ഓരോ ലേബൽസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സും നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനാണ് സിം ടാബ് എന്ന് പറയുന്നത്. അത് സിം ടാബ് ഓരോ പ്രോഗ്രാമിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓപ് ടാബ് ഓൾറെഡി എക്സിസ്റ്റ്, സ്റ്റാറ്റിക് നേച്ചർ ആണ്. സിം ടാബ് പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ലൊക്കേഷൻ കൗണ്ടർ. ലൊക്കേഷൻ കൗണ്ടർ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ തവണ നമ്മൾ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുമ്പോഴും 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് ലൊക്കേഷൻ കൗണ്ടർ 3 ബൈറ്റ് വെച്ച് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അഡ്രസ്സ് കൊടുക്കും. കൗണ്ടർ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുമ്പോൾ 3 ബൈറ്റ് വെച്ച് ഇൻക്രിമെന്റ് ചെയ്ത് വരും. ഇനി സപ്പോസ് ലൊക്കേഷൻ കൗണ്ടർ 1000 ബൈറ്റ് ഉള്ള ഒരു വേരിയബിളിനെ കണ്ടു എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ലൊക്കേഷൻ കൗണ്ടർ നെക്സ്റ്റ് 1000 ഇൻക്രിമെന്റ് ചെയ്യും. ലൊക്കേഷൻ കൗണ്ടർ ഒരു വേർഡിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 3 ബൈറ്റ് ഇൻക്രിമെന്റ് ചെയ്യും. ലൊക്കേഷൻ കൗണ്ടർ ഒരു ബൈറ്റിനെയാണ് കണ്ടതെങ്കിൽ 1 ബൈറ്റ് ഇൻക്രിമെന്റ് ചെയ്യും. അങ്ങനെ മെമ്മറി അഡ്രസ്സിന് കൊടുക്കുന്ന ഒരു വേരിയബിൾ ആണ് ലൊക്കേഷൻ കൗണ്ടർ എന്ന് പറയുന്ന ആള്. നഫ് നഫ ഓൺലൈൻ ഉണ്ടോ? സാറോ ഓഡിയോ ഇത്രയേറെ കട്ടായിരുന്നു. വോയിസ് കട്ടായോ? ഹലോ, ഓക്കെ. നഫ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ലൊക്കേഷൻ കൗണ്ടർ കേട്ടായിരുന്നോ? ആ കേട്ടു. എന്തായിരുന്നു ലൊക്കേഷൻ കൗണ്ടർ? ഇൻസ്ട്രക്ഷന് ഡീകോഡ് ചെയ്യുമ്പോ 3 ബൈറ്റ് ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യാം. ദെൻ എപ്പോഴെങ്കിലും ഒരു 100 ബൈറ്റിനെ ലൊക്കേഷൻ കൗണ്ടർ ചെയ്താൽ കണ്ടുപിടിച്ച് എന്ത് ചെയ്യും? അപ്പൊ 100 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. ദെൻ ഒരു വേർഡിനെ ലൊക്കേഷൻ കൗണ്ടർ കണ്ടാൽ എന്ത് ചെയ്യും? 3 ബൈറ്റ് ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. ബൈറ്റ് ആണെങ്കിൽ 1 ബൈറ്റ് വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പം ഓരോ ഇൻസ്ട്രക്ഷൻ കാണുമ്പോഴും മെമ്മറി ജനറേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? ലൊക്കേഷൻ കൗണ്ടർ. ഓക്കെ, ഇത്രയും പറഞ്ഞു. ദെൻ നമ്മൾ ഈ ഒരു പാസിലെ അൽഗോരിതം അസംബ്ലർ കൺവേർട്ട് ചെയ്യുമ്പോൾ 2 പാസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫോർവേഡ് റെഫറൻസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് മെമ്മറി അഡ്രസ്സ് കിട്ടാനും, രണ്ടാമത്തെ പാസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളെ ഫസ്റ്റ് പാസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ഇന്റർമീഡിയറ്റ് ഫയലിനെ ജനറേറ്റ് ചെയ്യും. അവൈലബിൾ ആയിട്ടുള്ള മെഷീൻ കോഡൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് ബാക്കി ഫോർവേഡ് റെഫറൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഫയൽ നമ്മൾ ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്ത ഇന്റർമീഡിയറ്റ് ഫയലാണ് പിന്നീട് ഒരു ഒബ്ജക്റ്റ് കോഡായി മാറുന്നത്. ഒരു ഡയഗ്രാം കാണിക്കാം. നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ അസംബ്ലറിന്റെ പാസ് 1 എന്ത് ചെയ്യുന്നു? ലൊക്കേഷൻ കൗണ്ടറും ഓപ് ടാബിലും സിം ടാബും ഒക്കെ വെച്ചിട്ട് ഡാറ്റ സ്ട്രക്ചർ ഒക്കെ ജനറേറ്റ് ആവുന്നു. പാസ് 1 ക്രിയേറ്റ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ഫയല്, ആ ഇന്റർമീഡിയറ്റ് ഫയലിൽ കുറച്ച് ജനറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനും ഇറർ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഇന്റർമീഡിയറ്റ് ഫയല് പാസ് 2 കടന്നു പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഒബ്ജക്ട് പ്രോഗ്രാം ഉണ്ടാവുന്നത്. പാസ് 1 അസംബ്ലർ പാസ് 1 കഴിയുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ഫയൽ ഉണ്ടാവുന്നു. അതുവരെ ജനറേറ്റ് ആയ കുറച്ച് മെഷീൻ കോഡും കാര്യങ്ങളും കുറച്ച് ഇറർ ഫീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട് പ്രോഗ്രാം ഉണ്ടാവുന്നത് പാസ് 2 പാസ് 2 നമ്മൾ ഈ സിംബോളിക് ഓപ്പറൻസിന്റെ വാല്യൂസും കറക്റ്റ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് പാസ് 2 ഓക്കെ, ഈ ഒരു കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അജ്മൽ, നമുക്ക് 2 പാസ് വേണം. എന്തുകൊണ്ടാ? അത് ആദ്യത്തെ പാസിലോട്ട് പോകുമ്പോ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് വഴി പോയിട്ട് രണ്ടാമത്തെ പാസ് കഴിഞ്ഞാലാണ് ഒബ്ജക്റ്റ് കിട്ടുന്നത്. ഓക്കെ, ആദ്യത്തെ പാസിൽ നമ്മൾ കംപ്ലീറ്റ് മെഷീൻ കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റൂല, കാരണം ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം ഉണ്ട്. അപ്പം ആദ്യം പറ്റുന്ന ഒരു ഫയലാണ് ഇന്റർമീഡിയറ്റ് ഫയൽ. ആ ഇന്റർമീഡിയറ്റ് ഫയൽ രണ്ടാമത്തെ പാസിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെഷീൻ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വലിയൊരു മെഷീൻ ഒബ്ജക്ട് കോഡായി മാറുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അതിൻ അനിൽ
അതുൽ പി കെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അതുൽ പി കെ. ഹലോ. അതിൽ 3 ഡാറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയായിരുന്നു? ലൊക്കേഷൻ കൗണ്ടർ, സിമ്പിൾ ടേബിള്, പിന്നെ ഏതൊക്കെയായിരുന്നു? ഓപ്ടാബിൽ എന്താ ഉള്ളത്? ഓപ്ടാബില് ന്യൂമോണിക് കോഡും അതിന്റെ ഇക്വലന്റ് മെഷീൻ ലാംഗ്വേജ്. യാ കറക്റ്റ്. പ്രണവ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നമ്മളെ ക്രിക്കറ്റ് കളിക്കുന്ന പ്രണവ്. ഹലോ പ്രണവേ, സിമ്പിൾ ടേബിൾ എന്തൊക്കെയുണ്ട്? ഫോർവേഡ് റെഫറൻസ് ഫ്ലോത്തിനെ സോൾവ് ചെയ്യും. ഡൈനാമിക് ലേബൽ നെയിമും പിന്നെ അതിന്റെ വാല്യൂവും. ഓക്കെ, കറക്റ്റ്. ലേബൽ നെയിമും കറസ്പോണ്ടിങ് അല്ല അഡ്രസ് വാല്യൂ ആണ് ഉണ്ടാവുക. ഓക്കെ പ്രണവ്, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു കാര്യം നമുക്കറിയാം. ഇനി എങ്ങനെയാണ് പാസ്-വൺ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് കുറച്ച് വലിയൊരു കാര്യമാണ്. ഒറ്റ ഒരു തവണ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അൽഗോരിതം കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു അൽഗോരിതം നമുക്ക് എങ്ങനെയാണ് പാസ്-വൺ വർക്ക് ചെയ്യുന്നത് എന്നുള്ള അൽഗോരിതമാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ നോക്കുക. പറയുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ ഒരു തവണ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സ്ലൈഡ് എല്ലാവരും കാണുന്നുണ്ടോ? ഒരു 2 പേര് റെസ്പോണ്ട് ചെയ്തേ. സഹല ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ദേവിക ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ നമ്മള് റീഡ് ഫസ്റ്റ് നമ്മള് പ്രോഗ്രാമിനെ മെഷീൻ ആക്കി മാറ്റാൻ പോവുകയാണെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? റീഡ് ഫസ്റ്റ് ഇൻപുട്ട് ലൈൻ നമ്മൾ റീഡ് ചെയ്തു. ദെൻ ഈഫ് ഓപ്പ് കോഡ് ഈക്വൽ ടു സ്റ്റാർട്ട്, ഓപ്പ് കോഡ് സ്റ്റാർട്ട് ആണ് എങ്കിൽ സേവ് ഹാഷ് ഓപ്പറന്റ് ആസ് ദി സ്റ്റാർട്ടിംഗ് അഡ്രസ്. ഓപ്പ് കോഡ് സ്റ്റാർട്ട് ആണെങ്കിൽ അതിന്റെ ഓപ്പറന്റ് എന്താണോ അതാണ് സ്റ്റാർട്ടിംഗ് അഡ്രസ്. അപ്പം നമ്മളെ പ്രോഗ്രാം ഞാനിവിടെ ഇപ്പുറത്ത് എടുത്തു നോക്കാം. ഇതാണ് നമ്മളെ പ്രോഗ്രാം. കുറച്ചുകൂടി വലുതാക്കാം. കണ്ടോ? നമ്മളെ പ്രോഗ്രാമില് ഞാൻ പറഞ്ഞു ലേബല് ഓപ്പ് കോഡ് ഓപ്പറന്റ് ഈ രീതിയിലാണ് ഉണ്ടാവുക. ലേബല് ഓപ്പ് കോഡ് ഓപ്പറന്റ്. ദെൻ ഓപ്പ് കോഡ് സ്റ്റാർട്ട് ആണെങ്കിൽ ഹാഷ് ഓപ്പറന്റ് ആസ് ദി സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്നാണ് പറഞ്ഞത്. അപ്പം ഹാഷ് ഓപ്പറന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹാഷ് ഓപ്പറന്റ് എന്ന് പറയുകയാണെങ്കിൽ ഹാഷ് ഡിനോട്ട് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് വാല്യൂ തന്നെയാണ്, ഒറിജിനൽ വാല്യൂനെയാണ്. അപ്പൊ ഹാഷ് ഓപ്പറന്റ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂനെ നമ്മൾ എന്താക്കണം? സ്റ്റാർട്ടിംഗ് അഡ്രസ് ആക്കി മാറ്റണം. അങ്ങനെയാണ് നമ്മുടെ അൽഗോരിതത്തിന്റെ ഫസ്റ്റ് ലൈൻ പറഞ്ഞത്. ഹാഷ് ഓപ്പറന്റ് ആസ് ദി സ്റ്റാർട്ടിംഗ് അഡ്രസ്. അപ്പം നോക്കുക, ഹാഷ് ഓപ്പറന്റ് ആസ് ദി സ്റ്റാർട്ടിംഗ് അഡ്രസ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇനീഷ്യലൈസ് ലൊക്കേഷൻ കൗണ്ടർ ടു സ്റ്റാർട്ടിംഗ് അഡ്രസ്. അപ്പൊ നമ്മളെ ലൊക്കേഷൻ കൗണ്ടർ ആണ് ഓരോ അഡ്രസ്സും കൊടുക്കുന്നത്. ഈ ലൊക്കേഷൻ കൗണ്ടറിന്റെ സ്റ്റാർട്ട് വാല്യൂ എന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ്. കാരണം 1000, 1003, 1006 എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആള് ലൊക്കേഷൻ കൗണ്ടർ ആണ്. അപ്പൊ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആർക്ക് കൊടുക്കുക? ലൊക്കേഷൻ കൗണ്ടറിനെ അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ റൈറ്റ് ലൈൻ ടു ഇന്റർമീഡിയറ്റ് ഫയൽ. ഇത്തരം വാല്യൂ നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫയൽ ജനറേറ്റ് ആകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിലേക്ക് നമ്മളെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സും അപ്പൊ തന്നെ അതങ്ങ് റൈറ്റ് ചെയ്ത് വെച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? അസംബ്ലി ലാംഗ്വേജിന്റെ നെക്സ്റ്റ് ഇൻപുട്ട് ലൈന് നമ്മൾ റീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ലൈനിലേക്ക് നമ്മൾ പോയി നമ്മൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ആ സംഭവം എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാണ്. ഇനി സ്റ്റാർട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, നമുക്ക് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ലൊക്കേഷൻ കൗണ്ടറിനെ നമ്മൾ 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ പ്രോഗ്രാം ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ 0 സ്റ്റാർട്ട് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൊക്കേഷൻ കൗണ്ടർ എന്ത് ചെയ്യും? അഡ്രസ്സ് ജനറേറ്റ് ചെയ്തോളും. ഇപ്പൊ 2 കേസ് നമ്മൾ പറഞ്ഞു. സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കണ്ടിട്ടുണ്ട്, 1000 പോലുള്ള ഒരു സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ലൊക്കേഷൻ കൗണ്ടറിന് അത് കൊടുത്തു. അല്ല എങ്കിൽ നമ്മൾ ലൊക്കേഷൻ കൗണ്ടറിനെ 0 ആക്കി സെറ്റ് ചെയ്തു. ഇനി വൈൽ ഓപ്പ് കോഡ് നോട്ട് ഈക്വൽ ടു എൻഡ് ആവുന്നത് വരെ നമ്മൾ കുറെ പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട്. ഒന്നുകൂടി പറയാം, ഓപ്പ് കോഡ് എന്ന് പറയുന്ന ഓപ്പ് കോഡ് എൻഡ് ആവുന്നത് വരെ, എൻഡ് പ്രോഗ്രാം ആവുന്നത് വരെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇനി ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ലൂപ്പിന്റെ ഉള്ളിൽ കയറി. ഇത്രയും പറഞ്ഞത് കേട്ടായിരുന്നോ? എവിടെയെങ്കിലും വോയിസ് കേട്ടായോ? സാരംഗ്
ആ സാർ. വോയിസ് കേട്ടായില്ലല്ലോ? കേട്ടായിരുന്നില്ലേ? ആ കേട്ടിന്. ദിൽന മോളെ, ദിൽന ഹലോ, കേട്ടായിരുന്നു മോളെ? കേട്ടിന് സാർ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിതാ ബിഗിൻ ആ ലൂപ്പിന്റെ അകത്ത് കയറാൻ പോവാണ്. ഓക്കെ, ലൂപ്പിനകത്ത് കയറി. ഇഫ് ദിസ് ഈസ് നോട്ട് എ കമന്റ് ലൈൻ, നമ്മൾ കമന്റ് ലൈൻ ഒരിക്കലും പ്രൊസ് ചെയ്യേണ്ട. കമന്റ് ലൈൻ അല്ല എങ്കിൽ ബിഗിൻ വീണ്ടും നമ്മൾ ചെയ്തു. ഇഫ് ദർ ഈസ് എ സിമ്പിൾ ഇൻ ദി ലേബൽ ഫീൽഡ്, ഓക്കെ, ദർ ഈസ് എ സിമ്പിൾ ഇൻ ദി ലേബൽ ഫീൽഡ്. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ ഫസ്റ്റ് കോപ്പി പ്രോഗ്രാം നെയിം ആണ്. ഫസ്റ്റ് എന്ന് പറയുന്ന ലേബൽ നമ്മൾ കണ്ടു. ഇഫ് ദർ ഈസ് എ സിമ്പിൾ ഇൻ ദി ലേബൽ ഫീൽഡ്, ലേബൽ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി അതാണ് പറയാൻ പോകുന്നത്. ഇഫ് ദർ ഈസ് എ ലേബൽ ഇൻ ദി ലേബൽ ഫീൽഡ് ദെൻ സെർച്ച് സിം ടാബ് ഫോർ ലേബൽ. നമ്മൾ സിം ടാബിൽ ആ ലേബൽ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തു. ഈ ഫൗണ്ട് ദെൻ സെറ്റ് ഇറർ ഫ്ലാഗ്. അതായത് ഈ ഒരു സിമ്പിൾ ഓൾറെഡി സിമ്പിൾ ടാബിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻസേർട്ട് ചെയ്യേണ്ട. ഇല്ലാത്ത സിമ്പിൾസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻസേർട്ട് ചെയ്താൽ മതി. ഈ ഫൗണ്ട് ആണെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സിമ്പിൾ ഓൾറെഡി അവൈലബിൾ ആണ് എന്നുള്ളൊരു ഡ്യൂപ്ലിക്കേറ്റ് സിമ്പിൾ ആണെന്ന് പറഞ്ഞു. അല്ല എങ്കിൽ എൽസ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്യണം. എന്തിന്? ലേബൽ വിത്ത് അഡ്രസ് നമ്മൾ സിം ടാബിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ലേബലിനെ ഐഡന്റിഫൈ ചെയ്തു. ഓൾറെഡി ഉണ്ടെങ്കിൽ ഇൻസേർട്ട് ചെയ്യേണ്ട. ഇല്ലാത്തത് കൊണ്ട് സിമ്പിൾ ടേബിളിലേക്ക് ലേബൽ വിത്ത് അഡ്രസ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചു. നമ്മൾ എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. ആ സിമ്പിൾ ഇൻസേർട്ട് ചെയ്ത പരിപാടി നമ്മൾ അവിടെ എൻഡ് ചെയ്തു. ദെൻ സെർച്ച് ഓപ്പ് ടാബ് ഫോർ ഓപ്പ് കോഡ്. നമ്മൾ നോക്കുക, ഫസ്റ്റ് എന്ന് പറഞ്ഞ സിമ്പിൾ കഴിഞ്ഞ ഉടനെ നമുക്ക് വരുന്നത് ഓപ്പ് കോഡാണ്. STL എന്ന് പറയുന്ന ഒരു ഓപ്പ് കോഡാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ലൈൻ നോക്കുക, 1000 എന്ന് പറഞ്ഞ ലൈൻ നോക്കുക. ഞാൻ വേണമെന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഈ 1000 എന്ന് പറഞ്ഞ ലൈനാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിൽ സിമ്പിളിനെ പിടിച്ചിട്ടു. ഇനി STL, ഇഫ് ദർ ഈസ് എ സെർച്ച് ഓപ്പ് ടാബ് ഫോർ ഓപ്പ് കോഡ്, STLന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പ് ടാബ് നമ്മൾ സെർച്ച് ചെയ്തു. ഇഫ് ഫൗണ്ട് ചെയ്താൽ എന്താ അർത്ഥം? ആഡ് 3 ടു ദി ലൊക്കേഷൻ കൗണ്ടർ. കാരണം ഓപ്പ് ടാബിൽ ആ ഒരു ഓപ്പ് കോഡ് കണ്ടു കഴിഞ്ഞാൽ അത് 3 ബൈറ്റ് ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. കാരണം എല്ലാ ഇൻസ്ട്രക്ഷനും 3 ബൈറ്റ് ആണ്. ഓപ്പ് ടാബിൽ ഓപ്പ് കോഡ് കണ്ടു കഴിഞ്ഞാൽ അത് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യാം? ലൊക്കേഷൻ കൗണ്ടറിലേക്ക് 3 ആഡ് ചെയ്യാൻ പറ്റും. ഈ ഫൗണ്ട് ആഡ് 3 ടു ദി ലൊക്കേഷൻ കൗണ്ടർ. കാരണം എല്ലാ ഇൻസ്ട്രക്ഷൻ ലെങ്ത് 3 വെച്ച് ആഡ് ചെയ്യാം. ഇനീഷ്യലി ലൊക്കേഷൻ കൗണ്ടർ 0 ആയിരുന്നു. കണ്ടു STL ആയിരുന്നു ഇൻസ്ട്രക്ഷൻ. അതിന്റെ ലെങ്ത് 3 ബൈറ്റ് ആണ്. സോ അതെന്ത് ചെയ്തു? 3 വെച്ച് ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു കാര്യം ഒരാൾ പറഞ്ഞേ. ബേബി ശ്രീഷ്മ ഒന്ന് പറഞ്ഞേ മോളെ, ഇത്രയും പറഞ്ഞ കാര്യം. നമ്മള് ഫസ്റ്റ് ഇൻപുട്ട് ലൈൻ റീഡ് ചെയ്തു. അതിനുശേഷം ഓപ്പ് കോഡ് ഈക്വൽ ടു സ്റ്റാർട്ട് ആണെങ്കിൽ അതാ നമ്മൾ ഞാൻ ഇവിടെ കാണിക്കാം. ഓപ്പ് കോഡ് സ്റ്റാർട്ട് ആണെങ്കിൽ ഓക്കെ, ഹാഷ് ഓപ്പറൻഡ് ഹാഷ് സ്റ്റാർട്ടിംഗ് അഡ്രസ്. ഈ 1000നെ നമ്മൾ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആക്കി വെച്ചു. അതെ, അതിനുശേഷം ലൊക്കേഷൻ കൗണ്ടർ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ലൊക്കേഷൻ കൗണ്ടർ നമ്മൾ 1000 കൊടുത്തു. ഓക്കെ, അന്നേരം മുതൽ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫയൽ റൈറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ ഓക്കെ, പറഞ്ഞോ. അതിനുശേഷം നെക്സ്റ്റ് ഇൻപുട്ട് ലൈൻ റീഡ് ചെയ്തു. ഓക്കെ, ശേഷം സ്റ്റാർട്ട് എൻഡ് ചെയ്തു. എന്നിട്ട് ലൊക്കേഷൻ കൗണ്ടർ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുക. അതായത് സ്റ്റാർട്ട് അല്ലാത്ത കേസിൽ നമ്മൾ വരുവാണെങ്കിൽ ലൊക്കേഷൻ സ്റ്റാർട്ട് വാല്യൂ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ലൊക്കേഷൻ കൗണ്ടർ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, പറഞ്ഞോ. അത് വൈൽ ഓപ്പ് കോഡ് നോട്ട് ഈക്വൽ ടു എൻഡ് വരെ ചെയ്യാം. അതിനുശേഷം ലൂപ്പ് തുടങ്ങി. കമന്റ് ലൈൻ അല്ലെങ്കിൽ മാത്രം അവിടെ ഒരു സിമ്പിൾ ഉണ്ടെങ്കിൽ, അതായത് സിം ടാബ്, അതായത് ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്യാം. ഇവിടെ എവിടെയെങ്കിലും ഫസ്റ്റ് തന്നെ നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ കിട്ടി. കോപ്പി പ്രോഗ്രാം നെയിം ആണ്, അത് സിമ്പിൾ അല്ല. ഫസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മളെ ഫസ്റ്റ് സിമ്പിൾ കിട്ടി. എന്ത് ചെയ്തു? സിം ടാബിലേക്ക് ലേബൽ ആഡ് ചെയ്തു. വിത്ത് അഡ്രസ് നമ്മൾ ആഡ് ചെയ്തു. അഡ്രസ് ഓക്കെ. ദെൻ നമ്മൾ ഓപ്പ് പാർട്ട് നോക്കി. STL എന്ന് പറയുന്ന ഓപ്പ് ടാബിന്റെ പാർട്ട് നോക്കി.
ഓപ് ടാബ് കണ്ടു. അപ്പൊ എന്ത് ചെയ്തു? ലൊക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ 3 കൂട്ടി. ശരിയല്ലേ? കാരണം എല്ലാ ഇൻസ്ട്രക്ഷനും 3 ബൈറ്റ് ആയതുകൊണ്ട് ഓപ് ടാബിൽ ഒരു ഓപ് കോഡ് കണ്ടത് കൊണ്ട് ലൊക്കേഷൻ കൗണ്ടർ 3 കൂട്ടി. കറക്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം ഇത്രയും ഇൻസ്ട്രക്ഷൻ ഞാനിപ്പോ ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്യുന്നത്, ഇത്രയും ഇൻസ്ട്രക്ഷൻ ആർ സബ് വരെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൂട്ടി ലൊക്കേഷൻ കൗണ്ടർ ആഡ് ചെയ്താൽ മതി. കാരണം എല്ലാ ഇൻസ്ട്രക്ഷനും 3 ബൈറ്റ് ആയിരുന്നു. ഓപ് കോഡ് കണ്ടു എങ്കിൽ നമുക്ക് 3 കൂട്ടി ആഡ് ചെയ്യാം. ഇനി ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ഓപ് കോഡിന്റെ പ്ലേസിൽ ആരൊക്കെ വരുന്നുണ്ട്? ആർ സബ്, ബൈറ്റ്, വേർഡ്, റിസർവ് ബൈറ്റ് പോലുള്ള കാര്യങ്ങൾ ഓപ് കോഡിന്റെ പാർട്ടിൽ വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം നമ്മൾ അസംബ്ലർ? അതാണ് പറയാൻ പോകുന്നത്. നോർമൽ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നെങ്കിൽ 3 ബൈറ്റ് കൂട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ ഓപ് കോഡിന്റെ പാർട്ടിൽ റിസർവ് ബൈറ്റ്, വേർഡ് ഇതിനൊക്കെ കാണാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യും അസംബ്ലർ എന്ന് നോക്കാം. ഈ ഫൗണ്ട് ലൊക്കേഷൻ കൗണ്ടറിന്റെ കൂടെ ആഡ് ചെയ്തു. ഇനി എൽസ് ഈഫ് ഓപ് കോഡ് എന്ന് പറയുന്നത് വേർഡ് ആണെങ്കിൽ ആഡ് 3 ടു ലൊക്കേഷൻ കൗണ്ടർ. കണ്ടോ? ഈഫ് ഓപ് കോഡ് എന്ന് പറയുന്നത് വേർഡ് ആണ് എങ്കിൽ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഓപ് കോഡിന്റെ പാർട്ടില് വേർഡ് ആയിരുന്നു എങ്കിൽ എന്ത് ചെയ്യണം? വേർഡിന്റെ ലെങ്ത് 3 ബൈറ്റ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ ആഡ് 3 ടു ലൊക്കേഷൻ കൗണ്ടർ. ഇനി ഓപ് കോഡ് എന്ന് പറയുന്നത് റിസർവ് വേർഡ് ആണ് എങ്കിൽ, ഒരു റിസർവ് വേർഡ് ആണെങ്കിൽ 3 ബൈറ്റേ ഉള്ളൂ. 2 റിസർവ് വേർഡ് ആണെങ്കിൽ 3 into 3 വേണം. കാരണം ഒരു റിസർവ് വേർഡിന്റെ സൈസ് 3 ബൈറ്റ് ആണ്. സോ ഓപ് കോഡ് റിസർവ് വേർഡ് ആണ് എങ്കിൽ ആഡ് 3 സ്റ്റാർ ഹാഷ് ഓപ്പറന്റ് ടു ദി ലൊക്കേഷൻ കൗണ്ടർ. 3 സ്റ്റാർ ഹാഷ് ഓപ്പറന്റ്. ഓപ്പറന്റ് ഫീൽഡിൽ 1 ഉള്ളൂ എങ്കിൽ 1 into 3 മതി. 2 ഉണ്ടെങ്കിൽ 2 into 3 വേണം. 3 ഉണ്ടെങ്കിൽ 3 into 3 വേണം. സോ ആഡ് 3 സ്റ്റാർ എത്ര ഓപ്പറന്റ് ഉണ്ടോ അത്രയും വാല്യൂസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അപ്ഡേറ്റ് ആരാവണം? ലൊക്കേഷൻ കൗണ്ടർ ആഡ് ആവണം. എൽസ് ഇഫ് ഓപ് കോഡ് റിസർവ് ബൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? റിസർവ് ബൈറ്റ് ആണെങ്കിൽ ഓൾറെഡി റിസർവ് ചെയ്തതാണ്, കോൺസ്റ്റന്റ് ആണ്. എന്ത് ചെയ്താൽ മതി? ആഡ് ഹാഷ് ഓപ്പറന്റ് ടു ദി ലൊക്കേഷൻ കൗണ്ടർ. അതായത് 5 റിസർവ് ബൈറ്റ് ഉണ്ട് എങ്കിൽ ആ 5 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ലൊക്കേഷൻ കൗണ്ടറിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി ഓഫ് കോഡ് ബൈറ്റ് ആണ് എങ്കിൽ, ബൈറ്റിലാണ് നമ്മൾ ഓപ്പ് കോഡ് ഉണ്ട് എങ്കിൽ എത്ര ലെങ്തിൽ ആ ബൈറ്റ് ഉണ്ട് അത്രയും വാല്യൂസ് നമ്മൾ ലൊക്കേഷൻ കൗണ്ടറിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും ഫീൽഡിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. മീൻസ് ബൈറ്റ്, റിസർവ് വേർഡ് ഇത്രയും ഫീൽഡിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ മീൻസ് ഇത്രയും ട്രാൻസാക്ഷൻ നമ്മൾ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഇറർ ഫ്ലാഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക, ഇന്റർമീഡിയറ്റ് ഫയലിലേക്ക് ഡാറ്റനെ റൈറ്റ് ചെയ്യുക. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതൊരാളൊന്ന് പറഞ്ഞേ, ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ദേവിക ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ദേവിക എന്താ പറഞ്ഞത്? ഞാൻ അല്ല, ഇത് മാത്രം പറഞ്ഞാൽ മതി. 3 തൊട്ടിട്ടുള്ളത്, അതായത് സിം ടാബിലോട്ട് ഇട്ടു. ഈ ഓപ്പ് ടാബ് ഓപ്പ് കോഡിനെ സെർച്ച് ചെയ്തു. ആ, അത് വേർഡ് ആണെങ്കിൽ 3 ബൈറ്റ് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യും ലൊക്കേഷൻ കൗണ്ടർ. ആ ഓക്കെ. റിസർവ് വേർഡ് ആണെങ്കിൽ 3 ഇൻറ്റു ആ കറസ്പോണ്ടിങ് ഓപ്പറന്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, 5 റിസർവ് വേർഡ് ഉണ്ടെങ്കിൽ 5 into 3 മെമ്മറി നമുക്ക് വേണം. അപ്പൊ ലൊക്കേഷൻ കൗണ്ടർ എന്ത് ചെയ്യണം? 15 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, റിസർവ് വേർഡ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഓപ്പറന്റ് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യും. അതെ. ബൈറ്റ് ആണെങ്കിൽ അതിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്തിട്ട് ആ ലെങ്ത് ആഡ് ചെയ്യും. ഓക്കെ, ലെങ്ത് ഫൈൻഡ് ചെയ്തിട്ട് ലെങ്ത് ആഡ് ചെയ്യും. അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും, എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ പ്രോഗ്രാം നോക്കുക. എൻഡ് ഓഫ് ഫയൽ എന്ന് പറയുന്നതാണ് നമ്മൾ ബൈറ്റിലുള്ള ഒരു ഇൻഫർമേഷൻ. എൻഡ് ഓഫ് ഫയൽ ഞാനിപ്പോ മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻഡ് ഓഫ് ഫയൽ ഒരു ബൈറ്റ് ഇൻഫർമേഷൻ ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്. കാരണം ഈ ഒരു ക്യാരക്ടർ 0, ഒരു ക്യാരക്ടർ F. അപ്പൊ 3 ബൈറ്റ് ഉണ്ട്. അപ്പം ബൈറ്റിലുള്ളത് എത്ര ബൈറ്റ് ആണ് വേണ്ടത് അതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കറക്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് എത്ര ബൈറ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇൻക്രിമെന്റ് ചെയ്യാൻ. കറസ്പോണ്ടിങ് ലെങ്ത് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ഇൻക്രിമെന്റ് ചെയ്യുക. അപ്പം ഫൈൻഡ് ലെങ്ത് ഓഫ് കോൺസ്റ്റന്റ് ഇൻ ബൈറ്റ്, ആഡ് ലെങ്ത് ടു ലൊക്കേഷൻ കൗണ്ടർ. എൻഡ് ചെയ്തു. ഈ ബൈറ്റ് ആണെങ്കിലുള്ള കേസ് എൻഡ് ചെയ്തു.
ഇത്രയും ഇൻഫർമേഷൻ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫയലിലോട്ട് നമ്മൾ റൈറ്റ് ചെയ്തു. ദെൻ ഓരോ ഇൻപുട്ട് ലൈനും നമ്മൾ റീഡ് ചെയ്തുകൊണ്ടേ ഇരുന്നു. ഓക്കെ, ടിൽ എൻഡ് വരെ നമ്മൾ ഈ ടാസ്ക് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താ, സേവ് ലൊക്കേഷൻ കൗണ്ടർ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആസ് പ്രോഗ്രാം ലെങ്ത്. അപ്പം പ്രോഗ്രാം ലൊക്കേഷൻ കൗണ്ടർ മൈനസ് സ്റ്റാർട്ടിംഗ് അഡ്രസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഗ്രാം ലെങ്ത് കിട്ടും. അത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. കാരണം ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ലൊക്കേഷൻ കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഇപ്പം 2000 സംതിങ്ങിൽ എത്തി, അതിനോടുകൂടി സ്റ്റാർട്ടിംഗ് അഡ്രസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഗ്രാം ലെങ്ത് കിട്ടും. ഫസ്റ്റ് പാസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാമിന്റെ ലെങ്ത് നമുക്ക് പാസ് 1. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒരാളോട് പറഞ്ഞു നോക്കാം. നിതിൻ ബാബു. ഹലോ നിതിൻ, ഗുഡ് മോർണിംഗ്. ഞാൻ സപ്പോർട്ട് ചെയ്യാം. നിതിൻ ഒന്ന് ഇത് പറഞ്ഞു തുടങ്ങിയേ. പാസ് 1. ഫസ്റ്റ് ഇൻപുട്ട് ലൈൻ റീഡ് ചെയ്യും. എന്നിട്ട് ഇപ്പം ഓപ്പ് കോഡ് സ്റ്റാർട്ട് ആണെങ്കിൽ ഹാഷ് ഓപ്പറന്റെ അഡ്രസ് സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിട്ട് വെക്കൂ. ലൊക്കേഷൻ കൗണ്ടറും 1000 വെച്ച് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു. 1000 വെച്ച് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കൂ. ഇനി സ്റ്റാർട്ട് നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൊക്കേഷൻ കൗണ്ടർ 0 ആക്കിയിട്ട് വേണം നമ്മൾ ബാക്കി തുടങ്ങാൻ. ഓക്കെ, പറഞ്ഞോ. നെക്സ്റ്റ് ഇൻപുട്ട് ലൈൻ റീഡ് ചെയ്യും. റീഡ് ചെയ്തു, ഒരു ലേബലിനെ കണ്ടു, എന്ത് ചെയ്തു, ഹലോ നിതിനെ പറഞ്ഞോ. ഹലോ നിതിൻ പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. ഹലോ പറഞ്ഞോളൂ. ഇപ്പൊ ഓപ്പ് കോഡ് ഈക്വൽ ടു എൻഡ് ആവുന്ന നോക്കൂ. എൻഡ് ആവുന്നത് വരെ നമ്മൾ ടാസ്ക് ചെയ്യണം. എന്നിട്ട് കമന്റ് ലൈൻ എല്ലാന്ന് അത് നോക്കണത്. എന്നിട്ട് നമ്മുടെ പിന്നെ സിം ടാബില് നമ്മളെ പ്രോഗ്രാമിൽ നമ്മൾ കാണുന്ന സിം ടാബിൽ ഓൾറെഡി ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ എറർ ഫ്ലാഗ് സെറ്റ് ചെയ്യും. ഇല്ല എങ്കിൽ ആ സിമ്പിളിന്റെ വിത്ത് അഡ്രസ് നമ്മൾ സിം ടാബിലോട്ട് പ്ലേസ് ചെയ്തു. ഓക്കെ, ദെൻ ബാക്കി നമുക്ക് വേറെ ആളെ കൊണ്ട് പറയിപ്പിക്കാം. ജസ്ന ഷെറിൻ, ബാക്കി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. പറഞ്ഞോ. നമ്മൾ സിം ടാബിൽ വാല്യൂ ഇട്ടു, ഇനി എന്ത് ചെയ്തു, ലാബിലെ അഡ്രസ് ഉണ്ടെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് അത് എൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഓപ്പ് ടാബ് സെർച്ച് ചെയ്തിട്ട് ഓപ്പ് കോഡ് ഉണ്ടോ നോക്കുക. ഓപ്പ് കോഡ് ഉണ്ടെങ്കിൽ 3 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാം. മീൻ ചെയ്യുന്നത് അതൊരു 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. എല്ലാ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തു, 3 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്തു. എന്നിട്ട് അതൊരു വേർഡ് ആണെങ്കിൽ ഓപ്പ് കോഡിന്റെ സ്ഥാനത്ത്, അതായത് ഞാനിവിടെ ലെഫ്റ്റ് കാണിക്കാം, ഓപ്പ് കോഡിന്റെ സ്ഥാനത്ത് വേർഡ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, അത് 3 വെച്ചിട്ട് ലൊക്കേഷൻ കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യും. കറക്റ്റ്. പിന്നെ റിസർവ് വേർഡ് ആണെങ്കിൽ അത് 3 സ്റ്റാർ ഹാഷ് ഓപ്പറന്റ് കൊടുക്കും. 3 ആണ് നമ്മുടെ സൈസ്. അത് ഇൻറ്റു ഓപ്പറന്റിന്റെ സ്ഥലത്ത് എന്താണോ വാല്യൂ ഉള്ളത്. അപ്പം ഇങ്ങനെ റൈറ്റ് സൈഡിൽ 3 ആണെങ്കിൽ 3 × 3 ഇൻക്രിമെന്റ് ചെയ്യണം. 10 ആണെങ്കിൽ 10 × 3 ഇൻക്രിമെന്റ് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ബൈറ്റ് ആണെങ്കിൽ അവിടെയുള്ള വാല്യൂ തന്നെ ലൊക്കേഷൻ കൗണ്ടറിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ 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 അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മളെ വോയിസ് കട്ടാവുന്നുണ്ട്. ഹലോ, പറഞ്ഞോ. ഇടയ്ക്ക് വോയിസ് കട്ടായി. ബൈറ്റ് ആണെങ്കിൽ അതിന്റെ ലെങ്ത് നോക്കൂ. ആ ലെങ്ത് ലൊക്കേഷൻ കൗണ്ടറിലേക്ക് ആഡ് ചെയ്യാം. ലാസ്റ്റ് നമ്മള് എന്നിട്ട് എറർ ഉണ്ടോ നോക്കൂ. എറർ ഇല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫീൽഡിലേക്ക് റീഡ് ചെയ്യും. ഓക്കെ, ഇന്റർമീഡിയറ്റ് ഫയലിലോട്ട് റൈറ്റ് ചെയ്ത് വെച്ചു. ഫൈനലി നമ്മള്
ലൊക്കേഷൻ കൗണ്ടറിന്റെ ഇപ്പോഴത്തെ വാല്യൂയും സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് പ്രോഗ്രാമിന്റെ ലെങ്തും കൂടി നമ്മൾ അവിടെ എഴുതി വെക്കും. ഓക്കെ, അപ്പം ഇത് ഇന്ന് തന്നെ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരാം. ഒരു റിവ്യൂ എടുക്കട്ടെ. ഷഹല ബി മോളെ മനസ്സിലായോ? മനസ്സിലായി. ഷഹല എൻ, ഷഹല എൻ മനസ്സിലായോ? ഷഹല എൻ ഇത് മനസ്സിലായോ മോളെ? ശ്രദ്ധ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതി. ടൈം 9:10 to 9:50 ആവറായി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പാസ്റ്റ് ടു എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാം. ഇപ്പൊ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. സംഗീത, സാരംഗ് മക്കളെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചേ, നമുക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട്. മനസ്സിലായി, താങ്ക് യു. അപ്പൊ ഞാൻ ഇന്ന് തന്നെ ഇത് മെറ്റീരിയൽ ഇടും, നിങ്ങൾ ഇന്ന് തന്നെ നോക്കുക.